ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മുട്ടക്കറിയാണ്. വേഗം തന്നെ റെഡിയാക്കാം. അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. നമ്മുടെ കയ്യിൽ 2 മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് സവാള ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു കറി റെഡിയാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ടക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയിലേക്കായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക്, എരിവിന് പച്ചമുളകാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത്. ഒരു തക്കാളി, പിന്നെ 2-3 തണ്ട് വേപ്പില, 1/4 കപ്പ് തേങ്ങ ചിരവിയത്. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. പിന്നെ പൊടികളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് അരയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ നോക്കാം. അരയ്ക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട, 1 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂണിൽ കൂടേണ്ട. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർക്കാം. പെരിഞ്ജീരകമാണ്, സാധാരണ ജീരകമല്ല. ഇത് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങയും പൊടികളും ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഈ അരപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നീളത്തിൽ. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട്, പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. സവോളയൊക്കെ വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒരു 4-5 മിനിറ്റ്. അപ്പോൾ സവോള കുക്കായി വരും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി നമുക്ക് നമ്മുടെ പുളി അനുസരിച്ച് ചേർക്കാം. അധികം പുളി ഇഷ്ടമാണെങ്കിൽ 2 തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ 1 തക്കാളി എടുത്തിട്ടുള്ളൂ. 2 മുട്ടയ്ക്ക് 1 തക്കാളി കറക്റ്റാണ്. ഈ തക്കാളിയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഒരുപാട് ഓവറായിട്ട് ഉടഞ്ഞു പോകരുത്. അതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയുടെ കൂടെ തന്നെ ചേർത്തിട്ട് ഗ്രേവി റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് ഈ മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും എരിവും ഒക്കെ കുറവാണെങ്കിൽ വീണ്ടും പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മുട്ട ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ
നമ്മൾ മുട്ട ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ വേഗം കുറുകി വരും കറി. അപ്പോൾ പിന്നെ നമുക്ക് എരിവും ഉപ്പും കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് തിളച്ച് വരുമ്പോൾ മുട്ട ചേർക്കുക. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ മുട്ട ചേർക്കരുത് കേട്ടോ. തിളച്ചിട്ട് മുട്ട ചേർക്കണം നല്ലത്. അപ്പോഴേ മുട്ട വേഗം കുക്കായി കിട്ടുള്ളൂ. ഇതൊരു 8 മിനിറ്റ് 9 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ കറി റെഡിയാക്കാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ ഡിന്നറിന് ചപ്പാത്തിക്കും ഒക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന കറിയാണ്. അധികം സമയം എടുക്കില്ലല്ലോ, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. നമ്മൾ കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് സോളോ അരട്ടാൻ വെച്ചിട്ട് തേങ്ങ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ കറി ആക്കിയെടുക്കാം. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കട്ടെ. ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം. നിങ്ങൾക്ക് മുട്ട പുഴുങ്ങി ചേർക്കാനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടും ഈ സെയിം രീതിയിൽ തന്നെ ഈ കറി റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ പൊട്ടിച്ച് ചേർക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ്. അപ്പോൾ 2 രീതിയിലും ചെയ്യാവുന്ന റെസിപ്പി തന്നെയാണിത്. അടുത്ത മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. 2 3 മുട്ട ചേർക്കാം കേട്ടോ. അധികം മുട്ടയായിട്ടുണ്ടെങ്കിൽ കറി തിക്കായി പോവും എന്നൊരു പ്രോബ്ലം ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഒരുപാട് ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഇനി എല്ലാം ചേർത്ത് ഇളക്കുക. അപ്പോൾ നമ്മുടെ കറി 2 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും. ഇനി ഇതിപ്പോൾ മുട്ടയുടെ എണ്ണ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസങ്ങളിൽ ചെയ്യാവുന്ന കറിയാണ്. 2 മുട്ടയോ 3 മുട്ടയൊക്കെ കയ്യിലുള്ളൂ, എല്ലാവർക്കും വീട്ടിൽ കറി എത്തിക്കണം, എല്ലാവർക്കും തികയുന്ന രീതിയിൽ ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണിത്. അപ്പോൾ ഞാൻ ഉപ്പ് കുറവായിരുന്നത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് ഗ്രേവി വറ്റി പോകരുത്, വീണ്ടും ഇരുന്ന് കുറുകി വരും. ചൂട് മാറി വരുമ്പോൾ കുറുകി വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രേവി തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. ഇപ്പോൾ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇതൊന്ന് കുറുകി വരുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. കറക്റ്റ് ആവുന്ന മാത്രമല്ല, ചൂട് മാറി വരുമ്പോൾ കറിയുടെ ഭംഗി തന്നെ മാറും. നല്ല ഭംഗിയുള്ള കറിയായിട്ട് മാറും. നമ്മളിത് മുട്ടക്കറി ആണെന്ന് പറഞ്ഞാൽ മാത്രമേ വേഗം മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മുട്ട കാണാനില്ലല്ലോ. മുട്ട നമ്മുടെ മിക്സായില്ലേ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മുട്ടയുടെ പീസുകൾ അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വളരെ എളുപ്പത്തിലുള്ള മുട്ടക്കറി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇതാ തിക്കായി തുടങ്ങിയത് കണ്ടോ. പിന്നെ ഇതിലേക്ക് ഇനി ഗ്രേവി കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചത് ചേർത്തിട്ട് കൂട്ടിയെടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഇത്രയും സ്റ്റേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മളിതാ ഇളക്കി മറിച്ച് വരുമ്പോൾ മുട്ടയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്, ഗ്രേവിയും തിക്കായി വന്നിട്ടുണ്ട്. മുട്ട കുക്കായി കഴിഞ്ഞു കറക്റ്റായിട്ട്. ഇത് കണ്ടോ. അപ്പോൾ നമ്മുടെ കറി ഞാൻ എന്താ ഓഫ് ചെയ്യാൻ പോവാണ്. വളരെ എളുപ്പമല്ലേ, എത്ര സമയം എടുത്തു? നിസ്സാര സമയം കൊണ്ട് നമുക്കൊരു മുട്ടക്കറി റെഡി ആയി കിട്ടി. അപ്പോൾ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. പിന്നെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ, വേഗമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, പാകത്തിന് കുക്കായിട്ടുണ്ട്. നമ്മൾ ഓവറായിട്ട് ആദ്യമേ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളി ഉടഞ്ഞ് ചേരും. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്നും ഇതിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റായിട്ട് തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.